السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മൊബൈൽ സൗകര്യം വർദ്ധിച്ച കാലമാണ് ഇപ്പോൾ. പല വഴികളും എളുപ്പത്തിൽ ചെയ്യാൻ മൊബൈൽ നമുക്ക് ഉപകാരം ഉണ്ടാക്കുന്നുണ്ട്. പഴയ കാലത്ത് വിശുദ്ധ ഖുർആൻ നോക്കി ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവ് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. ഇന്നും ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ മുസ്ഹഫ് നോക്കി തന്നെയാണ് ഖുർആൻ ഓതുന്നത്. മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് നമ്മുടെ ഫുഖഹാ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതേ സമയത്ത് ഇന്ന് മൊബൈലിലൂടെ നമ്മൾ ഖുർആന്റെ എഴുത്തിനോട് സമാനമായ എഴുത്ത് കണ്ട് മൊബൈൽ ഖുർആൻ നോക്കിക്കൊണ്ടാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് പലരും. ഇവിടെ മുസ്ഹഫ് നോക്കി ഓതിയാൽ കിട്ടുന്ന ആ ഖുർആൻ നോക്കിയ പുണ്യം മൊബൈൽ തെളിയുന്ന ആ ഖുർആൻ എഴുത്തിനോട് സമാനമായ ആ എഴുത്ത് നോക്കി ഓതിയാൽ ലഭിക്കുകയില്ല. മുസ്ഹഫ് പഠിക്കാൻ വുളൂ നിർബന്ധമാണ്. ഖുർആനു സമാനമായ ഈ ലൈറ്റ് എഴുത്തുള്ള മൊബൈൽ പിടിക്കാൻ വുളൂ നിർബന്ധമില്ല, സുന്നത്തുമില്ല. ഖുർആനിന്റെ ആ ഹുക്കുമ് മൊബൈലിൽ തെളിഞ്ഞു കാണുന്ന ആ വരികൾക്കില്ല എന്നർത്ഥം. ഒരാൾ ഓത്തിന്റെ സുജൂദുള്ള ആയത്തോതിയാൽ അത് കേൾക്കുന്ന നമുക്കും ഓതിയ വ്യക്തിക്കും ഓത്തിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അയാളെ ഓത്ത് തന്നെ ഖുർആൻ ഓതലും ഓത്ത് കേൾക്കലും പുണ്യമുള്ളതാണ്. എന്നാൽ മുസ്ഹഫിൽ നോക്കി ഓതിയാൽ പുണ്യം കിട്ടുന്നു, മൊബൈലിൽ നോക്കിയാൽ പുണ്യം കിട്ടുന്നില്ല. നേരിട്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ അത് കേട്ടാൽ നമുക്ക് പുണ്യം കിട്ടുന്നു. മൊബൈലിലൂടെ ഖുർആനോട് സമാനമായ ശബ്ദം ഓത്ത് കേട്ടാൽ ഖുർആൻ കേട്ട പുണ്യം ലഭിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കിറങ്ങും. അതൊരു വ്യക്തി നേരിട്ട് ഓതുമ്പോൾ ആ പുണ്യം കിട്ടുന്നത്. മരണപ്പെട്ട വീട്ടിൽ ഖബറുങ്ങൽ കത്തബുര കെട്ടി ഓതുക, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഓതുക, അതൊക്കെ പ്രത്യേകം റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നു പുണ്യം കിട്ടുന്ന പരിപാടിയാണ്. അതേസമയത്ത് ഒരാൾ ഒരു മരിച്ച വീട്ടിൽ തന്നെ മൊബൈൽ കൊണ്ടുപോയി ഓണാക്കി ഖുർആനോട് സമാനമായ നല്ല ഓത്തിങ്ങനെ കേൾക്കുന്നുണ്ട്. അവിടെ റഹ്മത്തിന്റെ മലക്ക് അത് കാരണം ഇറങ്ങുന്നില്ല. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുമെന്ന പുണ്യം ആ മൊബൈലിലൂടെ റെക്കോർഡാക്കി വെച്ച ഖുർആൻ ഓത്ത് പോലത്തെ ശബ്ദം ഇങ്ങനെ പുറത്തു വിട്ടതുകൊണ്ട് കിട്ടുന്നില്ല. കത്തമ്പുരം കെട്ടിയിട്ട് അവിടെ ആളുകൾ ഇരുന്ന് ഓതുന്ന സമ്പ്രദായമാണ് ഉള്ളത്. അതിന് പകരം മൊബൈൽ കൊണ്ടുവയ്ക്കുക, 30 യുസവുമുള്ള ഇഷ്ടംപോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഓത്ത് വെക്കും. ഞാൻ നല്ല മനോഹരമായ ഓത്ത് ബാറ്റ് കഴിയുമ്പോൾ ബാറ്റ് ശരിയാക്കി കൊടുത്താൽ മതി. പക്ഷേ അവിടെ റഹ്മത്തിന്റെ മലക്ക് അത് കാരണം ഇറങ്ങുന്നില്ല. കാരണം ഔദ്യോഗിക ഖുർആന്റെ ഓത്തായി അത് പരിഗണിക്കുന്നില്ല. ഒരാൾ ദുആ ചെയ്യുമ്പോൾ അത് നമുക്ക് ആമീൻ പറയൽ സുന്നത്തുണ്ട്. ആ ദുആ കേട്ടാൽ തന്നെ പുണ്യമുള്ളതാണ്. എന്നാൽ മൊബൈലിലൂടെ ഉള്ള വോയിസ് പ്രാർത്ഥന, എന്നോ എപ്പോഴൊക്കെ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ മാസങ്ങൾക്ക് ശേഷം കേൾക്കുന്നു, അല്ലെങ്കിൽ അന്ന് കേൾക്കുന്നു, പിറ്റേന്ന് കേൾക്കുന്നു, എപ്പോൾ കേട്ടാലും വോയിസിലൂടെ കേൾക്കുന്ന ആ ശബ്ദത്തിന് പ്രാർത്ഥനാ ശബ്ദത്തിന് ആമീൻ പറയൽ സുന്നത്തില്ല. ആമീൻ പറഞ്ഞ പുണ്യം കിട്ടും, സുന്നത്തിന്റെ പുണ്യം കിട്ടൂല. കാരണം അത് എന്നും നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒന്നാണ്. നേരിട്ടൊരാൾ ദുആ ചെയ്യുമ്പോൾ ഉള്ള ആ ആമീന്റെ വീര്യം, ആ ദുആന്റെ പവറും വോയിസിലൂടെ കിട്ടുന്നില്ല. 10, 20, 30 കൊല്ലം മുമ്പുള്ള വലിയ വലിയ സാദാത്യയും കൂടെ പ്രാർത്ഥന ഇന്ന് നമുക്ക് റെക്കോർഡായി കിട്ടും. അന്നത്തെ ആലിമിയും കൂടെ പ്രാർത്ഥന കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ
20-30 കൊല്ലമൊക്കെയുള്ള ഉസ്താദന്മാരും മശായിഖന്മാരും ദുആ ചെയ്ത ദുആ റെക്കോർഡാക്കി ഇവിടെ ഇപ്പോൾ നമ്മൾ ഓണാക്കിയാൽ അന്ന് ദുആ ചെയ്ത അതേ ശബ്ദങ്ങൾക്കും കിട്ടും. അതിന് ആമീൻ പറയൽ സുന്നത്തില്ല. അതിൻ്റെ മുത്തബിന് പേര് കേട്ട സ്വലാത്ത് ചൊല്ലലും സുന്നത്തില്ല. കാരണം അത് ഔദ്യോഗികമായ ഒരു ശബ്ദമായി പരിഗണിക്കുന്നില്ല. തത്തയിൽ നിന്നും കേട്ടാൽ അവിടെ സ്വലാത്ത് സുന്നത്തില്ല. തത്തയുടെ ഓത്ത് കേട്ടാൽ ആ ഓത്ത് തിലാവത്ത് സുജൂദുള്ള ഓത്താണെങ്കിലും സുന്നത്തില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? അപ്പം അതിവിടെ അതിന് കസ്ദില്ല. എന്നോ ഒരാൾ ദുആ ചെയ്തു, അയാൾ മരിച്ചു പോയിട്ടുണ്ടോ ചിലപ്പോൾ. എന്നാലും അയാൾ ദുആ ഇപ്പം നമ്മൾ കേൾക്കുകയാണ് വോയിസിലൂടെ. അപ്പം ആ ദുആ ചെയ്യുന്ന ഈ ശബ്ദം ഇപ്പം കേൾക്കുമ്പോൾ അയാൾക്ക് ബന്ധമില്ല, അയാൾ കസ്ദ് ഉദ്ദേശമൊന്നുമില്ല. അന്ന് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ആമീൻ വേണമെങ്കിൽ പറയാം. ഈ ശബ്ദത്തിന് ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയത്ത് ഒരാൾ മരണപ്പെട്ടാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി ചൊല്ലൽ സുന്നത്തുണ്ട്. എഴുതിൽ സുന്നത്തുള്ളതായി ഫുഖഹാക്കൾ പറഞ്ഞത് കാണുന്നില്ല. അപ്പോൾ മൊബൈലിലൂടെ ഇന്നാലില്ലാഹി എഴുതി വിട്ടാൽ അത് സുന്നത്തല്ല, സുന്നത്ത് കൂലി കിട്ടുന്നതും അല്ല. അതുപോലെ തന്നെ ഇന്നാലില്ലാഹി എഴുതിയ സ്റ്റിക്കറുകൾ കയ്യിൽ നെറ്റിയാലും കൂലി കിട്ടൂല, പ്രത്യേകം പറയേണ്ടതില്ല. എഴുതിയത്തിൻ്റെ കിട്ടൂല, അത് എഴുത്തായി പരിഗണിക്കുന്നില്ല. പരിഗണിച്ചാലും ഇന്നാലില്ലാഹി എഴുതൽ സുന്നത്തില്ല, പറയല സുന്നത്ത്. അതുപോലെ സലാം ചൊല്ലിയാൽ മടക്കൽ നിർബന്ധ. നാവ് കൊണ്ട് മടക്കണം, അല്ലെങ്കിൽ എഴുത്തിൽ മടക്കണം. അപ്പോൾ ഔദ്യോഗികമായി കടലാസിൽ എഴുതി മടക്കിയാലും അയച്ചു കൊടുത്താലും മതി, വീടും. പക്ഷേ മൊബൈലിൽ എഴുത്തായി പരിഗണിക്കുന്നേ ഇല്ല. അതുകൊണ്ട് മൊബൈലിലൂടെ അങ്ങനെ എഴുതിയാലും ആ ഫർള് വീടൂല, സലാം മടക്കുന്ന ഫർള് വീടൂല. വലൈക്കും മുസ്സലാം എന്ന സ്റ്റിക്കർ വിട്ടാലോ അപ്പോഴും വീടൂല. അപ്പോൾ മൊബൈലിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. മരണപ്പെട്ടത് കേട്ടാൽ അല്ലാഹു മഗ്ഫിർ ദുആ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ അല്ലാഹു മഗ്ഫിർ സ്റ്റിക്കർ മൊബൈലിൽ വിട്ടാൽ അത് ദുആ ആയിട്ട് പരിഗണിക്കൂല. ആ മൊബൈലിലൂടെ എഴുതി വിട്ടാലും പരിഗണിക്കൂല. അവന് പറയണം ഔദ്യോഗികമായി ദുആ ചെയ്യാൻ വേണ്ടത്. അത് നാവുകൊണ്ട് ദ്വാരക്കല, സ്റ്റിക്കറുകളും മൊബൈലിൽ വിടലല്ല. അതൊന്നും പുണ്യമുള്ള കാര്യവും അല്ല. അപ്പോൾ മൊബൈൽ സംവിധാനത്തിലൂടെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. മുമ്പൊക്കെ മരണപ്പെട്ടെന്ന് കേട്ടാൽ ഇന്നാലായി ചെല്ലും, അപ്പം തന്നെ സ്റ്റിക്കറാണ് വിടൽ കൊടുത്തേക്കും. ഇതൊരു അല്ലാഹു മഗ്ഫിർ പറഞ്ഞ ദുആവും ആദ്യമേ ദുആവിന് അടിച്ചു വിടുകയാണ്. ദുആ ചെയ്യല്ലേ നാവുകൊണ്ട്. അതൊക്കെ പുണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതേസമയത്ത് മൊബൈലിൽ നോക്കിയിട്ട് ഓതാൻ നമുക്ക് തെറ്റാതെ ഓതാൻ ഉപകരിക്കും, തെറ്റൂല. സുഖമായിട്ട് നോക്കി ഓതാൻ പറ്റും. മുസ്ഹഫ് നോക്കി പുണ്യം കിട്ടുന്ന ഇല്ലെങ്കിലും ആ മൊബൈൽ അങ്ങനെ ഖുർആൻ ലിപികൾ തെളിഞ്ഞുകൊണ്ടിരിക്കുക, അത് തൊടാൻ ഒതു വേണ്ട, അത് എഴുത്തായി പരിഗണിക്കുന്നില്ല. അതാണ് ഇപ്പം കടലാസുകൊണ്ടൊക്കെ ഇങ്ങനെ വെട്ടിണ്ടാക്കി ഓരോ ഖുർആൻ്റെ ആയത്തുകൾ. അത് കണ്ടെത്തുന്ന കട്ടിയുള്ള ആയത്തെ തോന്നും, ചുരുക്കുള്ള. പക്ഷെ പിടിക്കാൻ ഒതു വേണ്ട. ഷെർവാനി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞല്ലോ. അപ്പോൾ മൊബൈലിലൂടെയുള്ള നമ്മൾ കാട്ടിക്കൂട്ടലുകളിൽ പലപ്പോഴും നമുക്ക് പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരുപാട് കിതാബിൽ ഈ ഭാരത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ഉപകാരങ്ങളും ഉണ്ട്. ചുരുക്കത്തിൽ മൊബൈലിലുള്ള വോയിസ് പ്രാർത്ഥന അത് അംഗീകൃതമായ പ്രാർത്ഥനയല്ല. ആ വോയിസിൽ കേൾക്കുന്ന അപ്പം കേൾക്കുന്ന ആ ശബ്ദം അതിന് ആമീൻ പറയൽ സുന്നത്തില്ല.